ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കയ്യിൽ നിന്ന് പോവും. സ്വാഭാവിക ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതെ സങ്കടം വന്നാലും പോവും. നല്ല ചീത്ത വിളിയും തെറിവിളികളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് അവിടെ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ പിന്നെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തങ്കപ്പെട്ട മനുഷ്യരായിട്ട് മാത്രം പറയാം. വേണമെങ്കിൽ തങ്കപ്പൻ എന്ന് വിളിക്കാം. അത്രയും തങ്ക മനസ്സായതുകൊണ്ട്. സോ ഈ തങ്കപ്പൻ രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകും. ഫസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന ലൈവ് ഉണ്ടല്ലോ. ഫസ്റ്റ് ലൈവ് നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ 8 മണിക്കാണ് അവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പൊ ആദ്യം ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും നമ്മള് പ്രതീക്ഷിക്കും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല അബ്രാമി. അല്ലെങ്കിൽ ഒരു തെറ്റ് വരുമ്പോഴത്തേക്കും അത് സാരമില്ലടോ, നമുക്കത് അടുത്തേക്ക് ശരിയാക്കാം, ആദ്യമായിട്ടല്ലേ, അത് പ്രശ്നമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. നമ്മളൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്നതിനേക്കാളും കളിയാക്കി ചിരിക്കുന്നതിനേക്കാളും കുഴപ്പമില്ല, അടുത്ത ശരിയാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ചിരിച്ചിട്ട് നമ്മള് ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ചിരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മളോട് ദേഷ്യം കാണിക്കുകയും നമ്മളെ ചീത്ത വിളിക്കുകയും നമ്മളെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ നമ്മളെ നന്നാക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ആരും ഇപ്പൊ കുട്ടികളെ വളർത്തുമ്പോൾ പോലും നമ്മൾ അങ്ങനെയാണ്. അവരെത്ര വഴക്ക് പറഞ്ഞുകൊണ്ടും ചീത്ത വിളിച്ചുകൊണ്ടും തല്ലിയത് കൊണ്ടൊന്നും നമുക്ക് നേരെ വഴിയിൽ നടത്താനായിട്ട് പറ്റില്ല. നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ മാത്രമേ അവർ കേൾക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യം എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എനിക്ക് ഫസ്റ്റ് ലൈവ് ഈ പറഞ്ഞ പോലെ തന്നെ ആരോ വിളിച്ച സമയത്ത് വിഷസ് പറയോ അല്ല പാട്ട് എന്തോ ചോദിച്ചു. അതായത്